നമ്മൾ ബേപ്പൂർ മാക്സിമം സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 24 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈ വരുന്ന ജനുവരിക്ക് 100 ദിവസം ചെയ്യാണ്. ഈ കാലയളവിൽ നമ്മൾ ഏകദേശം 50 ആളുകളെ ഉണ്ടാകുന്നത് എനിക്ക് തോന്നുമ്പോൾ പിന്നീട് അത് ഡെവലപ്പായി നല്ല രീതിയിൽ നല്ല ആളുകൾ പങ്കെടുത്ത് ഒരുപാട് ആളുകൾ ഇവിടുന്ന് പ്രാക്ടീസ് ദിവസേന ചെയ്യുന്നുണ്ട്. ഈ ബേപ്പൂര് വന്ന ആളുകൾ ബേപ്പൂർ വിട്ടു പോകുന്നില്ല. കോഴിക്കോട് ബീച്ചിലായാലും ശരി, നമ്മൾ കോതിയിലായാലും നമ്മുടെ മാനേജറായാലും നമ്മുടെ മാത്തോട് സ്റ്റാർട്ടായാലും ഇവിടെ വന്നു പോയ ആളുകൾ തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വരാം. അപ്പൊ പല ആളുകളും മാത്തോടത്ത് വന്നാണ് വീണ്ടും ഇവിടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ബേപ്പൂരിന്റെ വൈബ് ആരും വിട്ടു പോകാതെ ഇവിടെ തന്നെ ഡെയിലി ഇവിടെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും നമ്മളെ ഈ പങ്കെടുത്ത ആളുകൾക്ക് ഓരോ അനുഭവങ്ങളാണ് പറയാനുള്ളത്. ഇപ്പൊ ഓരോ ദിവസം വന്ന ആളുകൾ ഇവരെ വന്ന ആൾക്ക് തന്നെ അത് അവരുടെ എന്താ പറയാ ശരീരത്തിലുള്ള മാറ്റങ്ങൾ ഓരോരുത്തരും തന്നെ ഇപ്പൊ നമ്മൾ ചോദിച്ചാൽ ഈ കൂടുതലുള്ള ജേഴ്സിട്ട് ആളുകൾക്ക് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ പറയാൻ എല്ലാവരും തയ്യാറാണ്. ഇപ്പൊ മെതികളെ കാര്യം ശരി, ഷാനും ശരി, ഞാനും ശരി, ഇപ്പൊ നമ്മളെ കുഴപ്പമൊക്കെ തന്നെ എല്ലാവർക്കും കൈവേദന കാലുവേദന എല്ലാ വയറിന്റെ അസുഖങ്ങളൊക്കെ തന്നെ ഉള്ള ആളുകളായിരുന്നു. അതൊക്കെ മാറി എല്ലാം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഴുവൻ ആളുകളും മാറി നിൽക്കുന്ന മുഴുവൻ ആളുകളും മാക്സിമം എക്സസൈസിലേക്ക് പങ്കെടുക്കുക. ഈ മാക്സിമം എക്സസൈസ് എന്താണെന്ന് അറിയാത്ത ആളുകളാണ് ഇതിന്റെ പല വിവാദം ഉണ്ടാക്കുന്ന ആളുകൾ. എല്ലാ വിവാദം മാറ്റിയിട്ട് നമുക്ക് മാക്സിമം പരമാവധി ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് എല്ലാവരിലും എത്തിക്കാനും മുഴുവൻ ആളുകൾ പങ്കെടുക്കാൻ ജീവിതശൈലി രോഗങ്ങൾ മാറിക്കിട്ടാൻ നമ്മൾ ബേപ്പൂര് ജീവിതശൈലി രോഗത്തെ മുക്തമാക്കിയാൽ നമുക്ക് എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നേറാം എന്ന് മാത്രമേ